നമ്മളൊരു തിന്മയിൽ ആരും കാണാതെ തുടരുന്നുണ്ട്, ആരും അറിയാതെ അതിൽ മുഴുകുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നാളെ എല്ലാം വെളിവാകുന്ന ആളുകൾ അറിയാത്തൊരു ഞാനുണ്ടല്ലോ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ആളുകളുടെ മുമ്പിൽ നമ്മൾ പല രീതിയിലായിരിക്കും. നമ്മുടെ ഇസ്ലാമിക വേഷം, ഇസ്ലാമിക രൂപം, നമ്മുടെ നിസ്കാരത്തമ്പ്, ഇതെല്ലാം ആളുകളുടെ മുമ്പിൽ നമ്മളെ മാന്യനായി ചിത്രീകരിക്കും. പക്ഷെ ആരുമില്ലാത്ത സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മളുള്ളൊരു ഞാനുണ്ടല്ലോ, ആ ഞാനായിരിക്കും അള്ളാഹിന്റെ അടുക്കൽ വരിക. ആ നമ്മളെയാണ് അള്ളാഹു നാളെ വിചാരണ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ തിന്മകളുടെ അപകടങ്ങളെ ചിന്തിക്കുകയും അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ച് ആലോചിക്കുകയും ബസീറത്തുള്ളവരുമാവുക, ഉൾക്കാഴ്ചയുള്ളവരാവുക, എന്നിട്ട് ക്ഷമിക്കുക. ദുനിയാവ് കുറച്ചുള്ളൂ. എപ്പോ വേണമെങ്കിലും നമ്മൾ മരിച്ചു പോകാം. ആ നിമിഷം വരെ ഒന്ന് പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് മഹത്തായ സുഖസൗകര്യങ്ങളുള്ള സ്വർഗ്ഗമാണ്. ദുനിയാവിന്റെ മേലെ കുറച്ചൊന്ന് ക്ഷമിച്ചാൽ നമുക്ക് വിജയിക്കാം. ആ ക്ഷമ പോലും കാണിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ വലിയ നഷ്ടമാണ് നമുക്കുണ്ടാവുക. നമ്മളൊരു തിന്മയിൽ ആരും കാണാതെ തുടരുന്നുണ്ട്, ആരും അറിയാതെ അതിൽ മുഴുകുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നാളെ എല്ലാം വെളിവാകുന്ന ആളുകൾ അറിയാത്തൊരു ഞാനുണ്ടല്ലോ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ആളുകളുടെ മുമ്പിൽ നമ്മൾ പല രീതിയിലായിരിക്കും. നമ്മുടെ ഇസ്ലാമിക വേഷം, ഇസ്ലാമിക രൂപം, നമ്മുടെ നിസ്കാരത്തമ്പ്, ഇതെല്ലാം ആളുകളുടെ മുമ്പിൽ നമ്മളെ മാന്യനായി ചിത്രീകരിക്കും. പക്ഷെ ആരുമില്ലാത്ത സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മളുള്ളൊരു ഞാനുണ്ടല്ലോ, ആ ഞാനായിരിക്കും അള്ളാഹിന്റെ അടുക്കൽ വരിക. ആ നമ്മളെയാണ് അള്ളാഹു നാളെ വിചാരണ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ തിന്മകളുടെ അപകടങ്ങളെ ചിന്തിക്കുകയും അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ച് ആലോചിക്കുകയും ബസീറത്തുള്ളവരുമാവുക, ഉൾക്കാഴ്ചയുള്ളവരാവുക, എന്നിട്ട് ക്ഷമിക്കുക. ദുനിയാവ് കുറച്ചുള്ളൂ. എപ്പോ വേണമെങ്കിലും നമ്മൾ മരിച്ചു പോകാം. ആ നിമിഷം വരെ ഒന്ന് പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് മഹത്തായ സുഖസൗകര്യങ്ങളുള്ള സ്വർഗ്ഗമാണ്. ദുനിയാവിന്റെ മേലെ കുറച്ചൊന്ന് ക്ഷമിച്ചാൽ നമുക്ക് വിജയിക്കാം. ആ ക്ഷമ പോലും കാണിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ വലിയ നഷ്ടമാണ് നമുക്കുണ്ടാവുക.